എല്ലാവരുടെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 22-ാം അധ്യായം 18-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 22-ന്റെ 18-ാം വാക്യം ഞാൻ വായിക്കാം. ഓക്കെ. നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ എന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. സ്തോത്രം. നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യും. നമുക്കെല്ലാം വളരെ സുപരിചിതമായ വേദഭാഗമാണ്. അബ്രഹാമിനോട് ദൈവം തന്റെ പുത്രനെ യാഗം കഴിക്കാൻ പറഞ്ഞ ശേഷം അബ്രഹാം അത് അറ്റംപ്റ്റ് ചെയ്ത ശേഷം അബ്രഹാമിനോട് ദൈവം പറയുന്ന വളരെ ഹല്ലേലൂയ വിലയുള്ള അനുഗ്രഹത്തിന്റെ വാക്കാണ് വായിച്ചു കേട്ടത്. ദൈവം പറഞ്ഞ ഇങ്ങനെയാണ്, എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് സ്തോത്രം നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. രണ്ട് വാക്കുകളാണ് നമ്മൾ എടുത്തു കാണിക്കേണ്ടത് ഇവിടെ. രണ്ട് വാക്കുകൾ. ഒന്ന് അനുസരിച്ചതുകൊണ്ട്, രണ്ടാമത് അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വിശ്വസിക്കുന്നു ഞാൻ പറയാൻ തരുന്ന കാര്യം. ഒന്ന് അനുസരണം, രണ്ട് അനുഗ്രഹം. ഹല്ലേലൂയ. ഈ അബ്രഹാമിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ സംഭവത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഈ യാഗം എന്ന് പറയുന്നത് അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ലീഗലായിട്ട് ദൈവം അങ്ങനെ പറഞ്ഞു ചെയ്യിപ്പിച്ച മോശയുടെ കാലഘട്ടത്തിൽ പറഞ്ഞു ചെയ്യിപ്പിച്ചതുപോലെ ഈ പാപമോചനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തിനു വേണ്ടിയോ ലീഗലായിട്ട് അവിടെ ഫിക്സ് ആക്കിയിരുന്ന ഒരു ഈവൻ സംഭവമായിരുന്നില്ല ഈ യാഗം എന്ന് പറയുന്നത്. അത് ഓരോരുത്തരുടെ ആഗ്രഹം അനുസരിച്ച് അവരുടെ തോന്നലനുസരിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്, ഒരു പ്രക്രിയയാണ് ഈ യാഗം എന്ന് പറയുന്നത്. നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. നോഹ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആബേൽ അല്ലെ ആദാമിന്റെ മകനായ ആബേൽ ചെയ്തിട്ടുണ്ട്, നോഹ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ യാഗം കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു നിർബന്ധമായ ഒരു കാര്യമായിരുന്നില്ല. അത് ചെയ്യണമെന്ന് ആരോടും ദൈവം അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഇവിടെ നോക്കി, ഇവിടെ അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, അബ്രഹാമേ നിന്റെ മകനെ, നിനക്ക് ഞാൻ മകനെ നീ യാഗം കഴിക്കണമെന്ന് അങ്ങോട്ട് പറയുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ തന്നെ നമുക്ക് കാണുമ്പോൾ അവർ നിർബന്ധം പോലെ പറയുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അത്രയും നാൾ ഒരു നിയമമല്ലാതിരുന്ന ഒരു വിഷയം, നിയമമല്ല, അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്ന ഒരു പ്രക്രിയയായിരുന്നു. ആ കാലത്ത് അവർ ചെയ്തിരുന്നത് ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവത്തോടുള്ള സ്നേഹത്തെ കാണിക്കുക അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബഹുമാനത്തെ കാണിക്കുന്നതിന് വേണ്ടിയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. നോഹയായാലും അല്ലെങ്കിൽ ആബേലായാലും ചെയ്തുകൊണ്ടിരുന്ന ദൈവത്തോടുള്ള ആ ബഹുമാനത്തെ, ദൈവത്തോടുള്ള ആരാധന കാണിക്കാൻ വേണ്ടി സ്വയമേ തോന്നിച്ചത് കാര്യങ്ങളാണ്. ഒരിക്കലും അത് ദൈവം അവരോട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ദൈവം അവരെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച കാര്യമല്ല. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം നിർബന്ധിക്കുക, അതോ അബ്രഹാമിന്റെ ഏകജാതനായ ഒരു പുത്രനെ, ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനത്തെ പലപ്പോഴും നമ്മോട് ദൈവം ചോദിക്കുക, നമ്മൾ വിലമതിക്കുന്ന ചില കാര്യങ്ങളായിരിക്കും. സത്യം പറഞ്ഞ എന്താണ് ഈ നമ്മുടെ ഏറ്റവും വിലപിടിപ്പുള്ള ചെറുത് കൊടുക്കുന്നതാണ് ശരിക്കുള്ള ആരാധന എന്ന് പറയുന്നത്. സ്തോത്രം. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു പറയുമ്പോൾ പലപ്പോഴും ഞാൻ ദൈവത്തെ ആരാധിച്ചു, കൈയടിച്ചു, ചിലത് പറയാൻ കൈയടിച്ചു പൊട്ടിച്ചു, നമ്മൾ പറയാറുണ്ട് ഞാൻ ആരാധിച്ചു, കൈയടിച്ചു, കൈ പൊട്ടി, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന് ഞാൻ തുള്ളി ചാടി ഡാൻസ് ചെയ്തു, ഞാൻ ഒത്തിരി അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ശരിക്കുള്ള ആരാധന എന്ന് പറയുന്നത് അതെല്ലാം ആരാധനയുടെ ഭാഗം മാത്രമാണ്. നമ്മുടെ ഈ സ്തുതികളും സ്തോത്രങ്ങളും പലപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മൾ കൈയടിക്കുന്ന പോലും ദൈവം ഞാൻ അവിടത്തേക്ക് തരുന്ന ഒരു ആരാധനയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയും. നമ്മൾ ചെയ്യുന്ന ഓരോ ആക്റ്റും ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയാണെന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മുടെ ആത്മജീവിതത്തിന് ഭയങ്കര ഒരു ബൂസ്റ്റപ്പ് ആയിരിക്കും. അങ്ങനെ നമുക്ക് ശ്രമിച്ചു നോക്കണം. നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തി ദൈവം ഏതൊരു അങ്ങേക്കുള്ള വർഷിപ്പാണെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യണം. പലപ്പോഴും ഞാൻ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്, എല്ലായ്പ്പോഴും ചെയ്യുമല്ലേ, പലപ്പോഴും മറന്നുപോകും. അതൊരു വലിയ പ്രശ്നം, നമ്മളെ സംബന്ധിച്ച പ്രശ്നമാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ ഓർക്കുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്ത് നോക്കണം. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യം, പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ദൈവം ഇതൊരു ആരാധനയാണ്, ചില കാര്യം ആരാധനയാണെന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ അത് ശരിക്കും നമ്മുടെ മനസ്സിൽ ആശ്വാസം, സന്തോഷമായിരിക്കും. ഇത് ചെയ്ത് നോക്കണം നിങ്ങൾ. സ്തോത്രം. നമ്മളെ കയ്യടിയോ പാട്ട് മാത്രം നമ്മുടെ നോർമൽ ലൈഫ് ചെയ്യുന്ന പല കാര്യങ്ങൾ ദൈവത്തിന് ആരാധനയാണെന്ന് പറഞ്ഞ് ചെയ്ത് നോക്കി ഭയങ്കര സന്തോഷമായിരിക്കും മനസ്സിൽ. അതിന്റെ പിന്നീട് കാണാൻ കഴിയും. സ്തോത്രം. അപ്പോൾ ഞാൻ പറയുന്നതാണ്, നമ്മുടെ ഏറ്റവും നമ്മൾ വിലമതിക്കുന്ന ചില കാര്യങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നതാണ് ശരിക്കുള്ള വേർഷിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വചനത്തിൽ പറഞ്ഞതിന്റെ എന്താ പറയുന്നത്, ജീവനുള്ള ആരാധന. ഹല്ലേലൂയ. സ്തോത്രം. അതായത് നമ്മുടെ എല്ലാറ്റിനെയും എന്നെ തന്നെ ബലി കൊടുക്കുന്ന, എന്നെ തന്നെ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു വേർഷിപ്പ് അല്ലെങ്കിൽ ഒരു പ്രക്രിയ, അതിനെ വേർഷിപ്പ് എന്ന് പറയുന്നത്. എനിക്കുള്ളതെല്ലാം ഞാൻ സാക്രിഫൈസ് ചെയ്യുക, അതാണ് ശരിക്കുള്ള ആരാധന എന്ന് പറയുന്നത്.
അതിൽ ആരാധനയുടെ ഒരു ഭാഗങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. സ്തോത്രം. അപ്പോൾ ഈ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഇതാണ് ദൈവം ആവശ്യപ്പെടുന്നത്. ഒരു തരത്തിൽ ദൈവം ഇത് ആവശ്യപ്പെടുകയാണ് അബ്രഹാമിനോട്. പക്ഷെ ഈ ആവശ്യപ്പെടുമ്പോഴും, ഈ ദൈവം ഇത് ആവശ്യപ്പെടുമ്പോഴും അതിന്റെ തന്നെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ഇവനെ ഒന്ന് ബ്ലസ് ചെയ്യണം ദൈവത്തിന്. ഹല്ലേലൂയ. നമ്മൾ പറയും അബ്രഹാമിന്റെ ഫെയ്ത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അവന്റെ അനുഗ്രഹം, അവന്റെ അനുസരണം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് കർത്താവിനെ ഒന്ന് ബ്ലസ് ചെയ്യണം. ഹല്ലേലൂയ. അബ്രഹാമിനെ ഒന്ന് ബ്ലസ് ചെയ്യണം ദൈവത്തിന്. ഹല്ലേലൂയ. ദൈവത്തിന് ബ്ലസ് ചെയ്യണം അവനെ. പ്രിയ ദൈവം, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ ചോദിക്കുന്നെങ്കിൽ, ചില ആവശ്യപ്പെടുന്നെങ്കിൽ, അത് മറ്റൊന്നുമല്ല, നമ്മളിന്ന് ദൈവത്തിന്റെ ബ്ലസ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ദൈവത്തിന് കാണണം. അത് ആ ബ്ലെസ്സിങ്ങിലൂടെ വരുന്ന ചില നന്മകൾ ദൈവത്തിന് കാണണം. അതിന് ചില ദൈവത്തിന്റെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മളൊന്ന് അനുസരിക്കുക എന്നുള്ളത്. നമ്മുടെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്യുക എന്നുള്ളത് ആ ദൈവത്തിന്റെ പ്രിൻസിപ്പിൾസ്. അത് നമ്മൾ ദൈവം ചില ദൈവായത്തിന് ചില 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 തത്വങ്ങളാണ്. ചുമ്മാ ദൈവം അനുഗ്രഹിക്കത്തില്ല ആരെയും. ആ ദൈവത്തിന്റെ കിങ്ഡം ഓഫ് ഗോഡിലെ ചില തത്വങ്ങളാണ് ഈ ബ്ലെസ്സിങ്, ഈ അനുസരണം എന്ന് പറയുന്നതും അതുപോലെ ആ സമർപ്പണം എന്ന് പറയുന്നത്. അതിലൂടെ മാത്രമേ ദൈവം ബ്ലെസ് ചെയ്യത്തുള്ളൂ. അത് ദൈവത്തിന്റെ ഒരു പദ്ധതി, ദൈവത്തിന്റെ ഒരു നിയമമാണ്. ചുമ്മാ പോകുന്നവനെ ദൈവം പിടിച്ചെന്ന അങ്ങ് ബ്ലെസ് ചെയ്യത്തില്ല. അതിലൊരു സാക്രിഫൈസ് ഉണ്ട്, അതിലൊരു അനുസരണമുണ്ട്, അതൊരു സബ്മിഷൻ ഉണ്ട്. അബ്രഹാമോട് പറയാം, അബ്രഹാം നീ നിന്റെ മോനെ കൊണ്ടുപോവാ എന്ന് പറയുമ്പോ അതിലൂടെ അവനെ ദൈവത്തിന് ബ്ലെസ് ചെയ്യണം. കർത്താവിന്റെ അപ്പന്റെ ആഗ്രഹം അതായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില ദൈവം ആവശ്യപ്പെടുന്നെങ്കിൽ, ചില ദൈവം നമ്മോട് ചെയ്യാൻ പറയുന്നെങ്കിൽ, അതിന്റെ ഉദ്ദേശം ഒരിക്കലും നശിച്ചു കാണാനല്ല, നമ്മളൊന്ന് ബ്ലെസ് ചെയ്യപ്പെടാനാ. നിങ്ങളെ ഒന്ന് പരീക്ഷിക്കാനല്ല, നിങ്ങളെ ടെസ്റ്റ് ചെയ്യാനല്ല ദൈവമക്കളെ. നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ല ദൈവമക്കൾ പറയുന്നത്. നമ്മളെ ഒന്ന് ബ്ലെസ് ചെയ്യാൻ, അതൊന്ന് മനസ്സിലാക്കുക. നമുക്ക് ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങളെ എന്റെ ബ്ലെസ്സിങ്ങിനാണെന്നുള്ള തിരിച്ചറിവ് അതേപോലെ ചെയ്യുവാൻ ദിവസങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം, നമുക്കൊരു ആഗ്രഹം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ദൈവം പറഞ്ഞതുപോലെ ആ ബ്ലെസ്സിംഗ് എന്ന് വെച്ചാൽ ഒരു 3-4 വാക്യത്തിൽ ആ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അബ്രഹാമിനെ പിന്നീട് ദൈവം എല്ലാ മേഖലകളിലും ബ്ലെസ് ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല ആ ബന്ധം ഒന്ന് വർദ്ധിക്കുന്നതായി കാണുന്നുണ്ട്. അബ്രഹാമിനെ വിശ്വാസ പിതാവ് ദൈവം മാറ്റിവെക്കുന്നു. അങ്ങനെ ഒരുപാട് ബ്ലെസ്സിങ് ദൈവം അബ്രഹാമിന് കൊടുത്തു. അതുകൊണ്ട് ഒറ്റ അനുസരണത്തിലൂടെ അത് ഹൃദയം പറഞ്ഞു പോകുന്ന വേദന പോലെയുള്ള വേദന ഉണ്ടായെങ്കിലും അതിന്റെ അവസാനം സന്തോഷവും അനുഗ്രഹവും മാത്രമായിരുന്നു. ഒരു നഷ്ടമുണ്ടായതേയില്ല അബ്രഹാമിന്. യാഗം കഴിക്കാനായി ഒരു പൈസ പോലും ചെലവഴിക്കാൻ വന്നതുപോലും അബ്രഹാമിന് ആട്ടുകൂടി ദൈവം പ്രത്യേകം കരുതിയിരുന്നു. അപ്പോ ചിലത് നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ അത് നമ്മുടെ ബ്ലെസ്സിങ്ങിന് വേണ്ടിയാണ്, ഒരിക്കലും തിന്മയ്ക്ക് വേണ്ടിയല്ല. അത് മനസ്സിലാക്കുക. ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഇത്തരം നമ്മൾ ടെസ്റ്റാണെന്ന് തോന്നില്ല കാര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ നമ്മുടെ ബ്ലെസ്സിങ്ങിനാണെന്ന് മനസ്സിലാക്കുക. അത് തിന്മയ്ക്കല്ല നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കുക. അപ്രകാരം നമ്മുടെ ആത്മീയ ജീവിതം വർദ്ധിക്കട്ടെ, വളരട്ടെ. ദൈവത്തോട് അനുസരണത്തിൽ, ദൈവത്തോടുള്ള സ്നേഹത്തിൽ നമ്മൾ വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ സ്റ്റോപ്പ് ചെയ്യുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക്